ഹായ്. അപ്പോൾ ഇന്ന് ഒത്തൻറ്റിസിറ്റിയെ പറ്റി സംസാരിക്കും. ഈ ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്ന വാക്കിന് മലയാളത്തിൽ ഒരു പ്രോപ്പർ വേർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് പല രീതിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രാമാണികത, യാഥാസ്ഥിതികത, അങ്ങനെ യാഥാർത്ഥികത അങ്ങനെയൊക്കെ പറയും. എനിക്ക് ആ വാക്കുകളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല, എന്നോട് ക്ഷമിക്കൂ. അതല്ല ഒരു പെർഫെക്റ്റ് വേർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റിൽ പറയൂ. അപ്പം ഒത്തൻറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പറയുന്നതിന് ഒരു കഥ പറയാം. ഓഷോയെ പറ്റി പറയാം. അതായത് ഓഷോ എന്ന് പറയുന്ന വ്യക്തി വളരെ ഫേമസ് ആയി മാറുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ പലരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ വിട്ട് പോകാൻ തോന്നത്തില്ല. സ്ത്രീകളായാലും കുട്ടികളായാലും പ്രായമായവരായാലും ആണുങ്ങളായാലും എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാർ അവരുടെ സ്വത്തെല്ലാം വലിച്ചെറിഞ്ഞത് അയാളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ച് പുള്ളിയുടെ ഒരു ശ്രദ്ധ മാത്രം മതി എന്നുള്ള രീതിയിലാണ് അവർ ജീവിച്ചത്. അതായത് അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് പൈസ വേണ്ട, അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് ആരോഗ്യം വേണ്ട. അവർക്കാകെ വേണ്ടിയിരുന്നത് ഓഷോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു അല്പനേരത്തുള്ള സ്നേഹവും എന്താ പറയുക കെയറിങ്ങും ഒക്കെ ആയിരുന്നു. ആളുകൾ ഓട്ടോമാറ്റിക്കലി ഓഷോയിലേക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആകുന്നു. ഓഷോയുടെ അടുത്തിരിക്കുമ്പോഴത്തേക്ക് ആളുകൾ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാണ് ഓഷോയ്ക്ക് ലോകം മൊത്തം ഏറ്റവും കൂടുതൽ ആരാധകരും ഡിസൈപ്പിൾസും അല്ലെങ്കിൽ എന്താ പറയുക ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായത്. ഓഷോ ആരെയും ശിഷ്യനായിട്ട് കണക്കാക്കിയിട്ടിരുന്നില്ല, അത് വേറൊരു കാര്യം. എനിക്കൊന്ന് ഈ ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് പോലും ഇത്രയും ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മരണശേഷമാണ് ഉണ്ടായത്. പക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരും, അതും ഡൈഹാർഡ് ആരാധകരും ഉണ്ടായിരുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് ഓഷോ തന്നെയായിരുന്നു. ഓഷോയെ ഒരു തവണ ഓഷോയെ പറ്റി പഠിക്കാൻ ഓഷോ അമേരിക്കയിൽ രജനീഷ്പുരം എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ടാക്കി അവിടുത്തെ ഗവൺമെൻറ്റുമായി ഭയങ്കര ഇഷ്യൂസൊക്കെ നടക്കുന്ന ഒരു സമയത്ത് ഓഷോയെ പറ്റി പഠിക്കാനും ഓഷോയെ പറ്റി ന്യൂസ് പേപ്പറിൽ എഴുതി ഓഷോയെ ഒന്ന് വലിച്ചു കീറാനായിട്ട് പോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഓഷോയെ കണ്ട് സ്തബ്ധനായി നിന്നതിനെ പറ്റി പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് ഓഷോയുടെ കരിഷ്മയെ പറ്റിയും ഓഷോ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളല്ലാതായി മാറുന്നതും നമ്മളെങ്ങനെ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ടീഷണൈസ്ഡ് ആയി നമ്മൾ വളരെ ഹിപ്നോട്ടിക് ആയിട്ട് ഓഷോയിലേക്ക് അട്രാക്റ്റഡ് ആയി പോകുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഓഷോയെ വന്നത് ഒരു 100 മീറ്റർ ദൂരത്തു നിന്നാണ് കാണുന്നത്. ഓഷോ രജനീഷ്പുരത്ത് തൻ്റെ ഭക്തന്മാരെ തൻ്റെ റോൾസ് റോയ്സ് കാറിലിരുന്ന് ടാറ്റ കാണിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം ദൂരെ നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്നാണ് കാണുന്നത്. അതും ഓഷോയെ പറ്റി തെറി എഴുതാമെന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓഷോയുടെ കാറുകൾ, ഇപ്പോൾ ഓഷോയ്ക്ക് 93 റോൾസ് റോയ്സ് കാറ് 1980 ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. അത് കണ്ടിട്ടാണ് ഓഷോയെ ഒരുപാട് പേര് ആരാധിച്ച ആൾക്കാരുണ്ട്. പിന്നെ ഓഷോയെ ചീത്ത വിളിച്ച ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു ഗുരുവിന് എന്തിനാണ് ഇത്രയും കാറെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓഷോ ഇതിലൊരു കാറ് പോലും മേടിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിലൊരു കാറ് പോലും ഓഷോ സ്വന്തം കാറായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓഷോ എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷോയ്ക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒന്നും എൻ്റെ അല്ല, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി അവിടെ വച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓഷോയ്ക്ക് കാറുകളോടോ അല്ലെങ്കിൽ ഒരു തരത്തിലോടും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇത്രയും കാറുകൾ ഉണ്ടായത്? കാരണം ഓഷോയുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഓഷോയ്ക്ക് അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടിയ കാർ മേടിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം 365 ദിവസവും 365 കളർ ഷെയ്ഡിലുള്ള 365 പുതിയ കാറുകളിൽ മാറി മാറി സഞ്ചരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ഒരു ആഗ്രഹം. യൂസി സ്വന്തം കയ്യിൽ പൈസ മുടക്കി ഓഷോ ആവശ്യപ്പെടാൻ പോലും ചെയ്യാതെ ഓഷോയെ അങ്ങനെ ഉയർന്നൊരു നിലവാരത്തിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഒത്തൻറ്റിസിറ്റിയും ഇതുമായിട്ട് എന്താണ് ബന്ധമെന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ബേസിക്കലി ഓഷോയോട് ഇതിനെപ്പറ്റി പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളെ സ്പെഷ്യാലിറ്റി എന്ന്, നിങ്ങളിലേക്ക് എന്തുകൊണ്ട് ആൾക്കാർ അട്രാക്റ്റഡ് ആവുന്നു? ഓഷോ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഒത്തൻറ്റിസിറ്റി ഉണ്ട്. അതായത് ഞാനായി തന്നെ ഇരിക്കുന്നു. ഞാൻ ആരുടെ മുമ്പിൽ അഭിനയിക്കാറില്ല. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടാലും നമ്മൾ അയാളുടെ മുമ്പിൽ പോയി നിന്നിട്ട് നമുക്ക് അയാളെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അഭിനയിക്കും. അല്ലെങ്കിൽ ഒരു സോഷ്യൽ എറ്റിക്കറ്റ് കണക്കിലെടുത്ത് നമ്മൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹത്തെ ചീത്ത വിളിക്കാതെ, ചീത്ത വിളിക്കുന്ന കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വളരെ മാന്യമായി പെരുമാറും. നമുക്കതിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ പെരുമാറും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഓഷോയുടെയും ജിത്തു കൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ള ആളുകളുടെ കൺസെപ്റ്റ് ഇതൊരു വലിയ പ്രശ്നമാണ്. അവർ പറയുന്ന കാര്യം വളരെ സിമ്പിളാണ്, അത് വളരെ യാഥാസ്ഥികവുമാണ്. നമ്മുടെ ഉള്ളിലൊരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ പുറമെ വേറെ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തൻറ്റിസിറ്റി ഇല്ല. അതായത് നമ്മളല്ല, നമ്മൾ അഭിനയിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യത്തിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഓബിയസ്ലി ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും.
ഓഷോ എന്ന് പറയുന്ന ഒരു താത്വിക ആചാര്യ അല്ലെങ്കിൽ ലോകം മൊത്തം ആരാധിക്കുന്ന ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ എല്ലാ വീക്ക്നെസ്സും ഇനി സെക്ഷൽ ആയിട്ടുള്ള കാര്യം ഉൾപ്പെടെ തുറന്നു പറയാനും അതൊന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും ഇല്ലാത്തൊരു മാന്യനാണ് ഞാനെന്ന് അഭിനയിക്കാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒത്തൻറ്റിസിറ്റിയുടെ ഒരു വലിയ ഉദാഹരണമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു. എനിവേ, അത് ആണോ അല്ലേ എന്നുള്ളതല്ലേ ഇവിടുത്തെ ചോദ്യം. ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തൻറ്റിക് ആയിട്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ സബ് കോൺഷ്യസ്ലി ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും മറ്റുള്ളവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യം ചെയ്യുകയാണ്. നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. ആ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നമ്മുടെ വൈബ്രേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കുറയ്ക്കുമെന്നാണ് വിശ്വാസം. ഇനി ആ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് യാദൃശ്ചികമാണോ, അതിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മനോനിലവാരത്തിലൊരു മാറ്റം വരുത്താൻ, നമുക്ക് സ്വസ്ഥമായിരിക്കാൻ, സന്തോഷമായിരിക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും പെരുമാറാനും, ആളുകളുടെ അടുത്ത് വളരെ ജെന്യൂനായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനും ഇത് നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ജെന്യൂനായിട്ടിരിക്കുമ്പോൾ, നമ്മൾ ഒത്തൻറ്റിക് ആയിട്ടിരിക്കുമ്പോൾ ആളുകൾ നമ്മളുടെ അടുത്തേക്ക് എങ്ങനെ അട്രാക്റ്റഡ് ആകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഈ സ്പിരിച്വൽ ലെയറിലുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഉള്ളിലൊരു കള്ളത്തരമില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും റിയലായിട്ടും ഓക്കെ ആയിട്ടുമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ആളുകളോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കും, നമുക്കൊരു ബോധമുണ്ടായിരിക്കും, ഒരു പ്രസൻറ്റ് ലൈക്ക് ബീയിങ് ഹിയർ ഇൻ ദ നൗ മൂമെൻറ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നമ്മുടെ പ്രവൃത്തിയിലുണ്ടായിരിക്കും. അത് ഭയങ്കര അട്രാക്റ്റീവാണ്. അത് കാണുന്നവർക്കെല്ലാം ഒരു ഭയങ്കര സന്തോഷം തോന്നും. നമ്മളൊരാൾ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ, നമ്മൾ ഒത്തൻറ്റിക് ആണെങ്കിൽ നമുക്ക് ശരിക്കും അയാളോട് സ്നേഹമുള്ളപ്പോഴേ നമ്മൾ അങ്ങനെ പെരുമാറുള്ളൂ. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ ഇഷ്ടമുള്ള പോലെ പെരുമാറുമ്പോൾ അതെന്ത് മനോഹരമാണെന്ന് അതിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക്, അതായത് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്ക്, എൻ്റെ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ അടുത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇത് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച് നമ്മൾ ഇഷ്ടമുള്ള പോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടം ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന് കാണിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ അടുത്തൊരു നെഗറ്റീവ് വൈബ്രേഷൻ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തായാലും ഉണ്ടാവും. സോ ബേസിക്കലി നമ്മൾ അഭിനയിച്ചിട്ടും കാര്യമില്ലെന്നാണ് സത്യം. ജസ്റ്റ് നമുക്ക് അപ്പം നമ്മുടെ മോഹൻ രക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ഷോ അല്ലെങ്കിൽ ഒരു ഡ്രാമ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു ഉപയോഗം ആ വ്യക്തിക്കോ നമ്മൾക്കോ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു ഡെസിഷൻ, അതായത് ഞാൻ നാളെ മുതൽ സിഗരറ്റ് വലിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ സിഗരറ്റ് വലിക്കരുത്. അതാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിനക്ക് തന്നെ ഉറപ്പില്ല ഞാൻ നാളെ മുതൽ സിഗരറ്റ് വലിക്കൂല്ലേ, ചിലപ്പോൾ ഞാൻ വലിക്കുമായിരിക്കും, ചിലപ്പോൾ വലിക്കാതിരിക്കുമായിരിക്കും, ഞാൻ വലിക്കാതിരിക്കും ശ്രമിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ നമ്മൾ നമ്മളോട് തന്നെ പറയാവൂ. അല്ലാതെ ഞാൻ നാളെ മുതൽ സിഗരറ്റ് വലിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് നാളെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ തീരുമാനത്തിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒത്തൻറ്റിസിറ്റി അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമുക്ക് ജെനുവിനായിട്ടിരിക്കാൻ പറ്റുന്നത്, ഞാനായിട്ടിരിക്കാൻ പറ്റുന്നത്? ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങി എല്ലാ അസുഖത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഉള്ളിലും ഈ ജെനുവിനിറ്റിയുടെ ഒരു അംശം ഇല്ലാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഞാനും അതിലൂടെ കടന്നു പോയ ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. ഇത് സമ്മതിച്ചു തരാൻ ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സ്വയമേവ പറയും, ഞാൻ ഇത് ഭയങ്കര ജെനുവിനാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും. ബേസിക്കലി ഒരു തേങ്ങയുമില്ല. ഇതൊന്നുമല്ല കാര്യം. നമ്മൾ നമ്മുടെ ഉള്ളിൽ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഈ എക്സിസ്റ്റ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ മെൻ്റൽ ട്രബിളിനെല്ലാം കാരണം. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ഈ ഒത്തൻറ്റിസിറ്റി ഉള്ള ആളാണ് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ജെനുവിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആർഗ്യുമെൻറ്റ്സേക്കിൽ ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ അത് പറയാമായിരിക്കാം. പക്ഷെ അവിടെ അപ്പോഴും നമ്മുടെ ജെനുവിനിറ്റി വീണ്ടും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ജെനുവിനായിട്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ പ്രവർത്തിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, ഇഷ്ടമില്ലാത്ത കാര്യം അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ പോയി തല്ലിക്കൊല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഇഷ്ടമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അയാളെ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ജെനുവിനിറ്റി നന്നായിട്ട് ബാധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളിൽ നിന്ന് ആ നെഗറ്റീവ് വൈബ്രേഷൻ അവർക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കൂടുന്തോറും നമ്മുടെ ഒരു ഓറ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈബ്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആർക്കുണ്ടോ ആ ആളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ഭയങ്കരമായി ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ
ഒരു ഭയങ്കര ഇറിറ്റേഷനും അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഇപ്പം മെൻ്റലി ഫീൽ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ടെലിപ്പതിക്കലി ഫീൽ ചെയ്യുന്ന കാര്യം എന്നൊന്നും വിചാരിക്കണ്ട. അല്ലാതെ തന്നെ നമുക്കൊരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കരമായ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കരമായ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അയാളെ കൂടെ കൊണ്ട് നടക്കാനോ കൂട്ടത്തിൽ കൂട്ടാനോ അയാളുമായിട്ടൊരു നല്ല മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യാനോ നമുക്ക് ആർക്കും ഒരു താല്പര്യം തോന്നില്ല. അത് നമ്മുടെ അനുഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങളുടെ അനുഭവത്തിലുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം നമ്മളെല്ലാവരും കോൺഫ്ലിക്റ്റുകളെല്ലാം തീർത്ത് പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന മനുഷ്യരൊന്നുമല്ല. ഒരുവിധം 99.9% ആൾക്കാരുള്ളിലും ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഡിഗ്രി വേരി ചെയ്തിരിക്കും. ചിലർക്ക് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. എത്രത്തോളം കോൺഫ്ലിക്റ്റ് കുറവാണോ അത്രത്തോളം ഒത്തൻറ്റിക്കായിട്ട് നിങ്ങൾ ഇരിക്കുന്നോ അത്രയും സമാധാനവും ശാന്തിയും പീസ്ഫുള്ളും ഉള്ള ആളായിട്ട് നിങ്ങൾ മാറും. രമണ മഹർഷിക്കും ഓഷോയ്ക്കും ജിദ്ദു കൃഷ്ണമൂർത്തിക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അവരുടെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഇല്ലായിരുന്നു. കാരണം അവരുടെ മനസ്സിലെന്താണോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണോ അതുപോലെ തന്നെ അവർ ബിഹേവ് ചെയ്തു. അവരാരുടെ മുമ്പിലും ഒരു നിമിഷം പോലും ജീവിതത്തിൽ ഒരു കാര്യത്തിനും അഭിനയിച്ചിട്ടില്ല. അതാണ് അവരുടെ വിജയത്തിൻ്റെ രഹസ്യവും അവരുടെ ഓവറോൾ ഓറയുടെയും അവരുടെ അടുത്തേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആയതിൻ്റെയും ജെനുവിൻ സീക്രട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പ്ലീസ് ട്രൈ. താങ്ക് യു.